ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് വൻപയർ വെച്ചിട്ട് നമുക്ക് വൈകുന്നേരമൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരം ഉണ്ടാക്കുന്നെങ്കിൽ രാവിലെ കഴുകി കുതിർത്ത് വെച്ചിട്ടുള്ള വൻപയർ രാവിലെ കുതിരാൻ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പാകമായിരിക്കും. രാവിലെ ഉണ്ടാക്കുന്നെങ്കിൽ വൈകുന്നേരം രാത്രിക്ക് വെള്ളത്തിലിട്ടാൽ മതി. അങ്ങനെ കുതിർത്ത് വെച്ചിരിക്കുന്ന വൻപയർ അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടിയിട്ട് കുക്കറിന് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലടിഞ്ഞാൽ നമ്മളെ വൻപയർ വെന്ത് വരും. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമൊന്നുമില്ല, പാകത്തിന് വേവുമായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് മുത്താറിപ്പൊടി, അതായത് റാഗിപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് അത് നമ്മൾ അരിച്ചെടുത്തിട്ട് അതിൻ്റെ പാല് മാത്രം എടുത്തതാണ്, അതുകൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അതൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും തേങ്ങയും ജീരകവും ചെറിയ ജീരകവും ഒന്ന് ചതച്ചെടുക്കാം. നമ്മുടെ ആ മുത്താറിയും വൻപയറൊക്കെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം, ഇല്ലെങ്കിൽ മുത്താറി ഒഴിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇട്ടാൽ മതി, കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതി. അതും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് ഹെൽത്തി സ്നാക്സാണ് കേട്ടോ. സ്നാക്സായിട്ടോ പായസമായിട്ടോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം വല്ലാണ്ട് തിക്കായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും മുത്താറിയാണല്ലോ നമ്മളിതിലേക്ക് ഒഴിച്ചത്, അപ്പോൾ എന്തായാലും കുറച്ച് നന്നായിട്ടൊന്ന് തിളക്കുമ്പോൾ തിക്കായിട്ട് തന്നെ വരും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകത്തിൻ്റെ ആ കൂട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മളെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, എന്തായാലും ഇഷ്ടപ്പെടും. എനിക്ക് ആദ്യമൊന്നും ഇഷ്ടമേ ഉണ്ടായിരുന്നില്ല, കാരണം മുത്താരി വയ്ക്കുന്നത് കൊണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കഴിക്കാൻ. അതുപോലെ തന്നെ മക്കൾക്കും ഇഷ്ടമാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി